ഹലോ, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും നമസ്കാരം. അടുത്ത വ്ളോഗിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഈ ഒരു വ്ളോഗ് ഞങ്ങളുടെ ഒരു ചെറിയ ലണ്ടൻ ട്രിപ്പിനെ കുറിച്ചാണ്. ബറിയിൽ നിന്നാണ് ഞങ്ങൾ യാത്ര സ്റ്റാർട്ട് ചെയ്തത്. ക്ലൈമറ്റ് വളരെ കുഴപ്പമില്ലാത്തത് കൊണ്ട് ഞങ്ങളുടെ യാത്ര വളരെ സ്മൂത്തായിരുന്നു. രാവിലെ തന്നെ ഞങ്ങൾ ഡ്രൈവ് ചെയ്താണ്, കാറിലാണ് ഈസ്റ്റ് ഹാമിൽ നിന്നാണ് ലണ്ടനിലേക്ക് ഞങ്ങൾ പോയത്. രാവിലെ പറഞ്ഞ പോലെ ഞങ്ങളുടെ ട്രാവൽ വലിയ തിരക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് അധികം ബ്ലോക്ക് കിട്ടാതെ നമ്മൾ ഈസ്റ്റ് ഹാം ലണ്ടനിലെ തന്നെ വളരെ ലൈവ്ലി ആയ ഒരു പ്രദേശമാണ്. ഇന്ത്യയിൽ നിന്നുള്ള പല സ്റ്റേറ്റിൽ നിന്നുള്ള ആൾക്കാർ ഇവിടെ താമസിക്കുന്നു. നിരവധി പല സ്റ്റേറ്റ്സിൻ്റെയും റെസ്റ്റോറൻറ്റ്സ് ഇവിടെ നമുക്ക് കാണാം. അപ്പം ഞങ്ങൾ ട്രാമിൽ നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ ലണ്ടൻ ബ്രിഡ്ജാണ്. അപ്പം ലണ്ടൻ ബ്രിഡ്ജ് ലണ്ടനിലെ ഏറ്റവും പഴക്കമുള്ള പ്രശസ്തമായ പാലങ്ങളിലൊന്നാണ്. ഈ പാലം റിവർ തേംസിൻ്റെ മുകളിലൂടെയാണ് കടന്നു പോകുന്നത്. കൂടാതെ ലണ്ടൻ്റെ പ്രധാന ഭാഗങ്ങളെ ബന്ധിപ്പിക്കുന്ന ഒരു മാർഗ്ഗമാണ് ലണ്ടൻ ബ്രിഡ്ജ്. ചരിത്രപരമായിട്ട് ലണ്ടൻ ബ്രിഡ്ജ് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇത് റോമൻ കാലഘട്ടത്തിൽ പോലും ഈ പാലം ഉണ്ടായതായിട്ട് പറയപ്പെടുന്നു. പിന്നീട് ഇത് പലതവണ റിനോവേറ്റ് ചെയ്തു, പുതുക്കിയൊക്കെ നിർമ്മിക്കപ്പെട്ടു. ഇപ്പോൾ ഈ കാണുന്ന ലണ്ടൻ ബ്രിഡ്ജ് 1970കളിൽ നിർമ്മിച്ച ആധുനിക പാലമാണ്. ലണ്ടൻ ബ്രിഡ്ജിൻ്റെ ചുറ്റുപാടും കാണാനായിട്ട് ഇതുപോലെ ഒത്തിരി ഭംഗിയുള്ള സ്പോട്ട്സ് ഉണ്ട്. നമുക്ക് എൻജോയ് ചെയ്യാനും എക്സ്പ്ലോർ ചെയ്യാനും പറ്റിയ അടിപൊളി സ്ഥലങ്ങളുണ്ട്. ഈ കാണുന്ന പോലെയുള്ള മാതൃകകൾ നമുക്ക് ലണ്ടൻ ബ്രിഡ്ജിൻ്റെ ചുറ്റുമുള്ള സ്ഥലങ്ങളിൽ നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ കൂടാതെ അതിൻ്റെ അടുത്തുള്ള പ്രശസ്തമായ ടവർ ബ്രിഡ്ജും നമുക്ക് കാണാം. ഇത് ലണ്ടനിലെ പ്രധാന ടൂറിസ്റ്റ് സ്ഥലങ്ങളിലൊന്നാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ എപ്പോഴും ആളുകൾ കൂടുതലായിരിക്കും. അതുപോലെ ഈ പറഞ്ഞ പോലെ ഇതിൻ്റെ ഫോട്ടോസ് എടുക്കാനും അതുപോലെ അതിൻ്റെ സീനറിയൊക്കെ എൻജോയ് ചെയ്യാനും ഒക്കെ ആൾക്കാരുണ്ടാകും. ഞങ്ങൾ പോയ സമയം അധികം തിരക്കില്ലാത്തത് കൊണ്ട് വി കുഡ് നല്ലപോലെ ഞങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റി. സമയമെടുത്ത് എല്ലാം കാണാനൊക്കെ പറ്റി. അതുപോലെ വലിയ തിരക്കില്ലാഞ്ഞുകൊണ്ട് ഞങ്ങൾ പറഞ്ഞ പോലെ അവിടെ കുറച്ച് നേരം ഞങ്ങൾ ചുറ്റിപ്പറ്റിയൊക്കെ നടന്നു. അതിൻ്റെ അടുത്ത് തന്നെ ഞങ്ങൾ ഒരു സ്പോട്ട് കണ്ടുപിടിച്ച് ഫോട്ടോ എടുക്കാൻ വലിയ തിരക്കില്ലാതെ ഞങ്ങൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് അവർ മാറിക്കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഫോട്ടോസും എടുത്തു. ഒരുപാട് ചെറിയ കപ്പലുകളും ഒക്കെ അവിടെ ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ ചെറിയ ഊബർ ബോട്ട്സും അവിടെ കൂടെ പോകുന്നുണ്ടായിരുന്നു. കാണാൻ നല്ല രസമാണ്. ഒത്തിരി ആൾക്കാർ ഈ പറഞ്ഞ പോലെ അതിൻ്റെ താഴെ കൂടെ ബോട്ടിൽ പോകുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതിൽ പോകാനായിട്ട് ആഗ്രഹിക്കുന്നവർക്ക് അതിനും അവിടെ ഓപ്ഷനുണ്ട്. ഒരു നല്ല വ്യൂ ആയിരുന്നു. ഓൾമോസ്റ്റ് ഒരു 10-11 മണിയൊക്കെ ആയപ്പോഴത്തേക്കുമാണ് ഞങ്ങൾ അവിടെ എത്തിയത്. ചെറിയ മഴക്കാറുണ്ടായിരുന്നതൊഴിച്ച് അന്തരീക്ഷം വളരെ ശാന്തമായിരുന്നു. അധികം തിരക്കില്ലാത്തതുകൊണ്ട് അവിടെ നിന്ന് കാഴ്ചകൾ കാണാൻ നല്ല ഒരു സമയം ഞങ്ങൾക്ക് അവിടെ കിട്ടി. അധികം തിരക്ക് ഇല്ലാത്തത് കൊണ്ട് തന്നെ, റഷും ഇല്ലാത്തത് കൊണ്ട് തന്നെ വലിയ നമുക്ക് ഇറിറ്റേഷൻ ഒന്നും തോന്നിയില്ല. പക്ഷേ നമ്മൾ ക്രിസ്മസ് സമയത്തൊക്കെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഭയങ്കര തിരക്കാണ്. നമുക്ക് ഒട്ടും കാല് കുത്താൻ പറ്റാത്ത അധികം തിരക്കായിരിക്കും. പിന്നെ അതിൻ്റെ സൈഡിൽ ഒത്തിരി ഓഫീസസൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. നമുക്ക് കാണാം, വലിയ ബിൽഡിങ്ങുകൾ കാണാം. ഞങ്ങൾ അതിൻ്റെ സൈഡിൽ കൂടെയൊക്കെ നടന്ന് അവിടെ എല്ലാം എക്സ്പ്ലോർ ചെയ്ത് ഞങ്ങൾ അടുത്ത സ്ഥലം ഞങ്ങൾ പോയത് ബറോ മാർക്കറ്റിലാണ്. ബറോ മാർക്കറ്റിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഹിസ്റ്റോറിക്കലായിട്ടുള്ളൊരു സ്പോട്ടാണ്. നമുക്ക് ഇതൊരു ലണ്ടനിലെ ഏറ്റവും പഴക്കമുള്ള ഫുഡ് മാർക്കറ്റുകളിലൊന്നാണ്. 13ാം നൂറ്റാണ്ടിൽ മുതലേ ഈ മാർക്കറ്റ് ഇവിടെ ഉണ്ടായിരുന്നു. ഇതൊരു ഫുഡ് മാർക്കറ്റ് മാത്രമല്ല, ലണ്ടൻ്റെ ഹിസ്റ്ററിയുടെ ഭാഗം കൂടെയാണ് ബറോ മാർക്കറ്റിൽ നമ്മൾ കാല് വെക്കുമ്പോൾ തൊട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് മൊത്തം ഫുഡാണ്. അപ്പോൾ ഡിഫറെൻറ്റ് കളേഴ്സിലുള്ള പഴങ്ങളും പച്ചക്കറികളും അതുപോലെ നല്ല സുഗന്ധമുള്ള സ്പൈസസിൻ്റെ മണവും ആർട്ടിസൻ ബ്രെഡും നിരവധി ചീസിൻ്റെ ഡിഫറെൻറ്റ് വെറൈറ്റീസും സ്ട്രീറ്റ് ഫുഡ് സ്റ്റാളുകളും അതുമാത്രമല്ല ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള വിഭവങ്ങളും നമുക്ക് രുചിക്കാൻ പറ്റും. ഇറ്റാലിയൻ പാസ്ത മുതൽ ഫ്രഞ്ച് പേസ്ട്രി, ഇന്ത്യൻ കറീസ്, ജാപ്പനീസ് സുഷി, ഇതെല്ലാം നമുക്കിവിടെ ലഭ്യമാണ്. ഈ ബറോ മാർക്കറ്റിൻ്റെ പ്രത്യേകത ഇത് വളരെ ലൈവ്ലി ആയിട്ടുള്ളൊരു അന്തരീക്ഷമാണ്. നമുക്ക് വിൽപ്പനക്കാരിങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നതും ആളുകളുടെ ഒച്ചയും ബഹളവും അതുപോലെ അടുക്കളയിൽ നമ്മൾ ഭക്ഷണം പാകം ചെയ്യുമ്പോഴുള്ള പോലെ ശബ്ദവും, ഇത് വെറും ഒരു മാർക്കറ്റ് മാത്രമല്ല, ഒരു എക്സ്പീരിയൻസ് ആണ്, ഒരു അനുഭവം കൂടെയാണ്. ഇവിടെ നമ്മൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ കഴിക്കാൻ ശ്രമിക്കേണ്ട കാര്യങ്ങളെന്ന് പറയുന്നത്, നമുക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഫ്രഷ്
പേസ്ട്രീസും ബ്രെഡ്സും. അത് ഭയങ്കര ഫ്രഷ്ലി ബേക്ക്ഡ് ആയിരിക്കും. പിന്നെ ഇവിടുത്തെ ചീസസും ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ചീസ് നമുക്ക് കാണാം. പിന്നെ ഈ കട എന്ന് പറയുന്നത് ഭയങ്കര തിരക്ക്, ഭയങ്കര ക്യൂ. അപ്പോൾ ഇത് ഏകദേശം ലൈക്ക് സീ ഫുഡാണ്. സീ ഫുഡിൻ്റെ ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രോൺസൊക്കെ ഉള്ള ഇത് ലൈവ്ലി അവർ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇതിൽ അവർ പിന്നെ അത് ആ 3 സാധനങ്ങളും നിമിഷ നേരം കൊണ്ടാണ് കഴിഞ്ഞത്. അത്രയും ആൾക്കാർ ഇതിനെ ലൈക്ക് ഭയങ്കര തിരക്ക് ഇത് വാങ്ങിക്കാൻ. ലൈക്ക് ഒരു പ്ലേറ്റിന് എനിക്ക് തോന്നുന്നു 30 pounds ആയിരുന്നു. പിന്നെ നമ്മൾ ഫേമസ് ആയിട്ടുള്ള ഈ പറഞ്ഞ സ്ട്രോബെറി ചോക്ലേറ്റ് സാധനം അത് വാങ്ങി. അത് ചെൽസിക്ക് ട്രൈ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അത് വാങ്ങി. ബട്ട് ഇറ്റ് വാസ് വെരി ടേസ്റ്റി, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ അവിടെ കൂടെ കുറച്ചൊക്കെ നടന്നു. അത് വാങ്ങാനും ഒരു ലോങ് ക്യൂയിൽ നിന്നിട്ടാണ് ഞങ്ങൾക്ക് അതും കിട്ടിയത്. ഇവിടുത്തെ വേറൊരു ഭയങ്കര തിരക്കായതുകൊണ്ട് ഏത് സ്ഥലത്തേക്ക് നമ്മൾ പോകുന്നെങ്കിലും നമുക്ക് ഭയങ്കര തിരക്കാണിവിടെ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ക്യൂ നിൽക്കാൻ നമുക്ക് ക്ഷമയുണ്ടെങ്കിൽ മാത്രം നമുക്ക് കൂടുതൽ ഇവിടെ നമുക്ക് ഫുഡ് നമുക്ക് ട്രൈ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഞങ്ങൾ പോയത് ഞങ്ങളെ ട്രൈ ചെയ്യിപ്പിക്കണം നലൻ പറഞ്ഞിട്ട് നമ്മൾ ട്രൈ ചെയ്തത് ഒരു ലൈക്ക് ഒരു ബ്രെഡ് ഒക്കെ വെച്ചിട്ടുള്ളൊരു ഡിഷാണ്. ലൈക്ക് ഒരു സാൻഡ്വിച്ച് കൈൻഡ് ഓഫ്, എനിക്ക് പേര് ഓർമ്മയില്ല. അപ്പം അത് പുൾഡ് പോർക്ക് വെച്ചിട്ടുള്ള അവിടെ കഴിക്കാനുള്ള തിരക്കാണ് ഈ കാണുന്നത്. അവിടെ അതിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഒരു സ്റ്റെപ്പുണ്ട്. ആ സ്റ്റെപ്പിൽ ആൾക്കാർ കുറച്ച് പേര് വന്ന് സീറ്റ് പിടിക്കും. അതിലൊരാൾ പോയിട്ട് ക്യൂ നിൽക്കും. ഞങ്ങൾ പോയി സീറ്റ് പിടിച്ചു. അലൻ പോയി ക്യൂയിൽ നിന്നിട്ട് ഞങ്ങളത് കഴിച്ചു. ഇറ്റ് വാസ് വെരി ടേസ്റ്റി. അധികം പൈസയൊന്നുമല്ല, നല്ല നമുക്ക് താങ്ങാൻ പറ്റുന്ന പൈസയൊക്കെ ഉള്ളൂ. ലൈക്ക് 12 pounds നമ്മുടെ വയറ് 2 പേർക്ക് നന്നായിട്ട് കഴിക്കാം, വയറ് നിറയും. അങ്ങനെ അത് ട്രൈ ചെയ്ത് ഞങ്ങൾ നേരെ പോയത് ലെഗോ സ്റ്റോർ സന്ദർശിക്കാനാണ്. കാരണം ഞങ്ങൾക്ക് 2 കുട്ടികൾ, ലെഗോ ഇഷ്ടമുള്ള 2 കുട്ടികൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ നേരെ പോയത് ലെഗോ സ്റ്റോർ എക്സ്പീരിയൻസ് ചെയ്യാനാണ്. അപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് കയറുമ്പോൾ നല്ല കൂറ്റൻ ലെഗോ കൊണ്ട് നിർമ്മിച്ച മരങ്ങളും ലൈക്ക് കാറും. ഈ കാറിൻ്റെ അടുത്ത് നിന്ന് ഫോട്ടോ എടുക്കാൻ ഭയങ്കര തിരക്കായിരുന്നു. ഞങ്ങളും 2 ഫോട്ടോ എടുത്തു. അലനും ചെൽസിയും ഫോട്ടോ എടുത്തു. അപ്പം ഇതും ലെഗോ കൊണ്ട് ലെഗോ കൊണ്ട് നിർമ്മിച്ച കാറാണ്. അതുപോലെ ഭയങ്കര വലിയ പടുകൂറ്റൻ സ്ട്രക്ചേഴ്സ് അവർ ഇപ്പോൾ ആൾക്കാരുടെ ഫിഗേഴ്സും ലൈക്ക് ഫ്ലവേഴ്സും ടവർ, പിന്നെ ഡൈനോസർ, അങ്ങനെ വലിയ 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 സാധനങ്ങൾ അതിൻ്റെ അകത്ത് നിർമ്മിച്ചിട്ടുണ്ട്. അത് മാത്രമല്ല പിന്നെ ഓരോ സ്റ്റോറിൽ തന്നെ സാധനങ്ങൾ വിൽക്കാനും വെച്ചിട്ടുണ്ട്. പക്ഷേ ഞങ്ങളൊന്ന് എക്സ്പ്ലോർ ചെയ്തിട്ട് ചെൽസി അതിൻ്റെ ഇടയിൽ നോക്കുന്നുണ്ട്. ചെൽസിക്ക് എത്രയും പെട്ടെന്ന് കിട്ടി അത്രയും നല്ലതെന്ന് പറഞ്ഞ് മൊത്തം നോക്കുന്നുണ്ട്. പക്ഷേ ഞങ്ങൾ ആദ്യമൊന്നും വാങ്ങിച്ചില്ല, മൊത്തം നോക്കി. പിന്നെ ഒരു പാസ്പോർട്ട് പോലത്തെ ഒരു സാധനം നമുക്ക് കിട്ടും. ആ പാസ്പോർട്ട് നമുക്ക് ഏത് ലെഗോ സ്റ്റോറിൽ പോയാലും അവർ സീൽ വെച്ച് തരും. അത് പിള്ളേർക്കൊക്കെ ഒരു നല്ല എക്സ്പീരിയൻസ് ആണ്, അവർക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള കാര്യമാണ്. പിന്നെ അതുപോലെ നമുക്ക് ഓരോ സ്പോട്ടിലും നമുക്ക് ലെഗോ ചെയ്യാനുള്ള ഉണ്ട്. പിള്ളേർക്ക് അവിടെ ലെഗോസിൻ്റെ സാധനങ്ങൾ ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ അവൈലബിൾ ആക്കിയിട്ടുണ്ട്. പല പല സ്പോട്ടുകളിലായിട്ട് അതുണ്ട്. പിന്നെ ഇത് നമുക്ക് കൈ വയ്ക്കുമ്പോൾ നമ്മുടെ എന്താണോ ക്യാരക്ടർ അത് വരും. അപ്പോൾ അത് ചെയ്യാനും അതൊക്കെ ഇൻട്രസ്റ്റിംഗ് ആണ്. നമ്മൾ പിള്ളേരെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ കുറച്ച് സമയം അവരതിലകത്ത് എൻഗേജ്ഡ് ആയിക്കോളും. അവർക്ക് എൻഗേജ് ചെയ്യാനായിട്ടുള്ള സമയമുണ്ട്. പിന്നെ നമ്മൾ ഇതിൻ്റെ അകത്ത് എൻട്രിയും ക്യൂ നിന്നിട്ടാണ് ഇവിടുത്തെ എൻട്രിയും. പറഞ്ഞ പോലെ വലിയ തിരക്കില്ലായിരുന്നതുകൊണ്ട് ഇവിടുത്തെ എൻട്രിയും ഞങ്ങൾക്ക് ഈസി ആയിട്ട് ഒന്ന് കിട്ടി. പിന്നെ വീക്കെൻഡ് ആയിരുന്നു. അപ്പം എന്നാൽ പോലും വലിയ തിരക്കില്ലാതെ, ഇപ്പോൾ ചിലപ്പോൾ ഒരു ഇടദിവസമൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വലിയ തിരക്കില്ലാതെ അവിടെ കയറി പറ്റി കുറച്ച് സമയം അവിടെ എക്സ്പ്ലോർ ചെയ്യാം. പിന്നെ അകത്തേക്ക് കയറി കഴിഞ്ഞാൽ ഇത്ര ടൈമിനുള്ളിൽ ഇറങ്ങണം അങ്ങനത്തെ കുഴപ്പമൊന്നുമില്ല. നമുക്ക് എത്ര ടൈം അവിടെ സ്പെൻഡ് ചെയ്യണോ അത്രയും സമയം നമുക്ക് അതിൻ്റെ അകത്തുള്ളിൽ സ്പെൻഡ് ചെയ്യാം. പിന്നെ എല്ലാ ഞാൻ പറഞ്ഞ പോലെ കുട്ടികൾക്ക് ലെഗോ ചെയ്യുന്നതിൻ്റെ അതേ സ്പോട്ടിൽ തന്നെ ഡിഫറെൻറ്റ് സ്ഥലങ്ങളിലായിട്ട് ഡിഫറെൻറ്റ് കാറ്റഗറീസ് ആയിട്ട് അവർ ഡിഫറെൻറ്റ് ഏജിൽ, ഇപ്പം 6 years 5 years 9 years അതുപോലെ ലൈക്ക് 15 yearsനുള്ള ലെഗോയുടെ ചെയ്യാനുള്ള സ്ട്രക്ചേഴ്സ് അവിടെ അവൈലബിൾ ആണ്. അങ്ങനെ ഞങ്ങൾ 2 എണ്ണം വാങ്ങിച്ച് നേരെ പോയത് അതിൻ്റെ അടുത്ത് തന്നെയുള്ള ചൈന ടൗണിലേക്കാണ്. ചൈന ടൗൺ ലണ്ടനിലെ കൾച്ചറൽ ഹബ്ബ് കൂടെയാണ്. ഇവിടെ ചൈനീസ് ഫെസ്റ്റിവൽസും ഇവൻറ്റ്സും പരേഡ്സും ഒക്കെ നടക്കാറുണ്ട്. പ്രത്യേകിച്ച് ചൈനീസ് ന്യൂ ഇയർ സമയത്ത് ഇവിടെ നല്ല അടിപൊളി വൈബാണ്. അപ്പം അവിടുന്ന് ഞങ്ങൾ കുറച്ച് ഫുഡൊക്കെ ട്രൈ ചെയ്തു. പിന്നെ ഞങ്ങളുടെ വയറ് കംപ്ലീറ്റ്ലി ഫില്ലായതുകൊണ്ട് അധികം നമുക്ക് കഴിക്കാൻ പറ്റിയില്ല. അവിടുന്ന് ഐസ്ക്രീം വാങ്ങിച്ചു. പക്ഷേ കാണുന്ന ഭംഗി പോലെ ഒന്നും അധികം ടേസ്റ്റ് തോന്നിയില്ല. പിന്നെ ഞങ്ങൾ നേരെ അവിടെ കുറച്ച് നേരം നടന്നു. ഇവിടെ മേളിലിങ്ങനെ ചൈനീസ് തോരണങ്ങളൊക്കെ തൂക്കിയിട്ടുണ്ട്. ഈ പറയുന്ന കടയിൽ ഒരു ലൈക്ക് എല്ലാ ചൈനീസ് വിഭവങ്ങളും ഉണ്ട്. ഇന്നത്തെ ഈ ലണ്ടൻ ട്രാവൽ വ്ലോഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വ്ലോഗ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.